ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവപ്രശ്നം മറയാക്കിയോ എന്ന് പരിശോധിച്ച് SIT. 2018 നടന്ന ദേവപ്രശ്നം 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നാണ് SIT പരിശോധിക്കുന്നത്. അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് SIT തീരുമാനം. അയ്യപ്പന്റെ ശ്രീകോവിൽ പാതുകം, വാതിൽ, കട്ടിള, 18-ാം പടി, അയ്യപ്പന്റെ യോഗദണ്ഡ്, രുദ്രാക്ഷം എന്നിവയിൽ ഗൗരവതരമായ വൈകല്യങ്ങളുണ്ട്. ഇവ ശാസ്ത്രീയമായി പരിഹരിക്കണം. 18-ാം പടിക്ക് മുകളിലെ മേൽക്കൂര പരിഷ്കരിക്കണം. ക്ഷേത്രം പൂർണ്ണമായും വാസ്തുശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയമാക്കണം. 2018 ജൂൺ 15-ന് സന്നിധാനത്ത് വെച്ച് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ വിധിയാണ്. ഇതിനുശേഷം 2019 മാർച്ചിലും ജൂണിലുമാണ് കട്ടിളപ്പാളിയും ദ്വാരപാലകപാളികളും അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇതിനിടെ ശ്രീകോവിലിനായി പുതിയ വാതിൽ പോറ്റി സ്പോൺസർ ചെയ്യുകയുമുണ്ടായി. ഇങ്ങനെ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ള നടത്താനായി ദേവപ്രശ്നം മറയാക്കിയോ അതോ സ്വർണ്ണക്കൊള്ളക്കായി ദേവപ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചോ എന്നതാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. കടകംപള്ളിയുടെ 2019 മുതലുള്ള സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചാണ് SIT ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. 2025-ൽ പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ ദുരുദ്ദേശമുണ്ടെന്ന സംശയവും SITക്കുണ്ട്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് ദേവസ്വം വകുപ്പിലെ മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെയാണെന്നും ഈ നടപടി ഹൈക്കോടതി അറിയാതിരിക്കാനാണെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. 2025-ലെ ഇടപാടുകൾ മൊത്തം നിയന്ത്രിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വിവരമുണ്ട്. പ്രശാന്തിനൊപ്പം ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും ചോദ്യം ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.